കാസർഗോഡ് ഗവൺമെന്റ് ജനറൽ ആശുപത്രിയിൽ വൈദ്യുതി മുടങ്ങുന്നതായി പരാതി. ആശുപത്രിയിൽ ഉണ്ടായിരുന്ന ജനറേറ്റർ കാലപ്പഴക്കം കൊണ്ട് പണിമുടക്കിയതാണ് ഇടയ്ക്കിടെ വൈദ്യുതി നിലയ്ക്കാൻ കാരണം. ടാറ്റ ആശുപത്രിയിൽ നിന്ന് ജനറേറ്റർ ജനറൽ ആശുപത്രിയിലേക്ക് മാറ്റാൻ ജില്ലാ കളക്ടർ നിർദ്ദേശം നൽകിയിട്ടും നടപടി വൈകുകയാണ്. കാസർഗോഡ് ജനറൽ ആശുപത്രിയിലെ വൈദ്യുത പ്രതിസന്ധി രൂക്ഷമായി തുടരുകയാണ്. അത്യാഹിത വിഭാഗങ്ങളിൽ പോലും ചില ഘട്ടങ്ങളിൽ വൈദ്യുതിയില്ലെന്ന് രോഗികളും കൂട്ടിരിപ്പുകാരും പരാതിപ്പെടുന്നുണ്ട്. താൽക്കാലികമായി വാടകയ്ക്കെടുത്ത ജനറേറ്റർ ഉപയോഗിച്ചാണ് ആശുപത്രിയുടെ പ്രവർത്തനം മുന്നോട്ടു പോകുന്നത്. കർണാടകയിലെ വൈദ്യുതി പ്രതിസന്ധി അതിർത്തി ജില്ലയായ കാസർഗോഡിനെ ബാധിച്ചിട്ട് നാള് കുറച്ചായി. അറ്റകുറ്റപ്പണിയുടെയും മറ്റും പേരിൽ ദിനംപ്രതി മണിക്കൂറുകളോളം വൈദ്യുതി മുടങ്ങുന്നുണ്ട്. ശസ്ത്രക്രിയയ്ക്ക് പുറമെ ജലവിതരണം, ശുചീകരണ പ്രവൃത്തികൾ ഉൾപ്പെടെ ഇതുമൂലം തടസ്സപ്പെടും. 200-ലേറെ രോഗികൾ IP വിഭാഗത്തിൽ മാത്രമായി ചികിത്സയിലുണ്ട്. OP വിഭാഗത്തിൽ ദിവസേന 1000-ലധികം ആളുകൾ ചികിത്സ തേടിയെത്തും. തിരക്കുള്ള ആശുപത്രിയിൽ അടിയന്തര ഘട്ടങ്ങളിലാണ് പലപ്പോഴും വൈദ്യുതി മുടക്കം. കോവിഡ് കാലത്ത് രൂപീകരിച്ച് പ്രവർത്തനം നിലച്ച ടാറ്റ ആശുപത്രിയിലെ ജനറേറ്റർ ജനറൽ ആശുപത്രിയിലേക്ക് മാറ്റാൻ ജില്ലാ കളക്ടറുടെ അനുമതി ലഭിച്ചിട്ടും തുടർ നടപടി ഉണ്ടായില്ല. 11 കിലോമീറ്റർ മാത്രം ദൂരമുള്ള ആശുപത്രിയിൽ നിന്ന് ജനറേറ്റർ എത്തിക്കുന്നതിൽ വീഴ്ച സംഭവിക്കുന്നതോടെ ടാറ്റ ആശുപത്രിയിലെ 400 kVA ജനറേറ്റർ ഉപയോഗിക്കാതെ തകരാറിലാകുമെന്ന ആശങ്കയുമുണ്ട്. ടാറ്റ ആശുപത്രിയിൽ നിന്ന് ജനറേറ്റർ എത്തിക്കുന്നതിനും സ്ഥാപിക്കുന്നതിനുമായി 10 ലക്ഷം രൂപ വകയിരുത്തിയെന്ന് കാസർഗോഡ് മുനിസിപ്പൽ ചെയർമാൻ അബ്ബാസ് ബീഗം. ഏകദേശം 10 ലക്ഷം രൂപയാണ് അതിന് വേണ്ടിയിട്ടുള്ള വെച്ചത്. അപ്പോൾ അതിൻ്റെ എസ്റ്റിമേറ്റ് ഏകദേശം എനിക്ക് തോന്നുന്നു ഒരു 9,18,000 രൂപയാണെന്ന് തോന്നുന്നു. അതിൻ്റെ എസ്റ്റിമേറ്റ് തന്നിട്ടുണ്ട്. പക്ഷേ അതിൻ്റെ TS നടപടികൾ നടത്തേണ്ടത് PWD ഇലക്ട്രിക്കൽ വിങ് ആണ്. അപ്പോൾ അത് TS കിട്ടിയ ഉടനെ ടെൻഡർ നടപടിയായിട്ട് മുമ്പോട്ട് പോകും. അതിൻ്റെ പ്രൊജക്റ്റ് വെച്ചതാണ്. അതിൻ്റെ ഫണ്ടും നിലവിൽ ഉണ്ട്. തീർച്ചയായിട്ടും ഈ മാസം തന്നെ അതിൻ്റെ ടെൻഡർ നടപടികൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാരോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ജനറൽ ആശുപത്രിയിലെ പ്രവർത്തനം കാര്യക്ഷമമല്ലാത്തതിന് കാരണം മുനിസിപ്പാലിറ്റിയും ആശുപത്രി വികസന സമിതിയും തമ്മിലുള്ള ഏകോപനമില്ലായ്മയാണെന്ന ആരോപണവും ശക്തമാണ്. 2 വർഷം മുൻപ് കേടായ ലിഫ്റ്റ് വീണ്ടും പ്രവർത്തനക്ഷമമാക്കാൻ മാസങ്ങളെടുത്തതും 4 വർഷം മുൻപ് ആശുപത്രിയിൽ സൗജന്യമായി ലഭിച്ച ഓക്സിജൻ പ്ലാന്റ് ഇപ്പോഴും പ്രവർത്തന സജ്ജമല്ലാത്തതും ഇതിൻ്റെ ഉദാഹരണമാണെന്നും പ്രതിപക്ഷ സംഘടനകൾ ചൂണ്ടിക്കാട്ടുന്നു. ദിവസവും 4000 രൂപ വാടക നൽകിയാണ് ജനറൽ ആശുപത്രിയിലെ ഈ ജനറേറ്റർ പ്രവർത്തിപ്പിക്കുന്നത്. താൽക്കാലികമായി ജനറേറ്റർ വാടകയ്ക്കെടുത്തെങ്കിലും ആശുപത്രിയിലെ വൈദ്യുതി പ്രതിസന്ധിക്ക് ശമനമുണ്ടായിട്ടില്ല. ഇതിനൊരു പരിഹാരം കാണണമെങ്കിൽ KSEB കനിയണം. രജീഷ് കരിവള്ളൂരിനൊപ്പം അരുൺ പാറക്കൽ, 24 കാസർഗോഡ്. പൊതുജനം കഴുതയല്ല സാർ. ഏറെ തിരക്കുള്ള ആശുപത്രിയിൽ അടിയന്തര ഘട്ടങ്ങളിൽ വൈദ്യുതി മുടങ്ങുന്നത് വലിയ പ്രതിസന്ധിയാണ് സൃഷ്ടിക്കുന്നത്. നിരവധി രോഗികൾ ഇതുമൂലം ദുരിതത്തിലാകുന്നുണ്ട്. പ്രതികരണങ്ങളിലേക്ക്. HMC ഒക്കെ യോഗം ചേർന്നത് തന്നെ അപൂർവങ്ങളായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടുത്തെ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യുന്നതിന് വേണ്ടി മുനിസിപ്പാലിറ്റി HMC യോഗം ചേരില്ല. ഇപ്പോൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ ജനറേറ്ററിൻ്റെ വിഷയമൊക്കെ ഉൾപ്പെടെ തന്നെ HMC യോഗം ചേർന്ന് സർക്കാരിനോട് ആവശ്യപ്പെടാൻ, ഇപ്പോൾ നിയമസഭയൊക്കെ നടക്കുന്ന കാലഘട്ടമായിരുന്നു, സർക്കാരിനോട് ആവശ്യപ്പെട്ട് അത് ഇവിടേക്ക് എത്തിക്കാൻ ആവശ്യമായ ഇടപെടൽ മുനിസിപ്പാലിറ്റി എന്നതിൽ ഒരു ഇടപെടലും ഇവിടെ നടത്താത്തതിൻ്റെ ദുരന്ത ഫലമാണ് ഇപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഹോസ്പിറ്റലിൽ ഇടയ്ക്കിടയ്ക്ക് പോകുന്ന കറണ്ട്, അതുപോലെ തന്നെ ആ സമയങ്ങളെല്ലാം അവർക്ക് കിട്ടുന്ന വെള്ളം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾക്ക് ഇവിടുത്തെ മുനിസിപ്പാലിറ്റിയുമായി ബന്ധപ്പെട്ട് നിരവധി തവണ ഇവിടുത്തെ ആൾക്കാർ ബന്ധപ്പെട്ടാണ്. പക്ഷേ ഈ ഹോസ്പിറ്റൽ ജനറൽ ആശുപത്രിയുമായി ബന്ധപ്പെട്ട് കാസർഗോഡ് മുനിസിപ്പാലിറ്റി അങ്ങേയറ്റം വളരെ ശോചനീയമായ രീതിയിലേക്ക് ഈ ഹോസ്പിറ്റലിൽ പോകാൻ കാരണം ഇവിടുത്തെ മുനിസിപ്പാലിറ്റിയുടെ പിന്നോട്ട് പോക്ക് തന്നെയാണ്. കാസർഗോഡ് ജനറൽ ആശുപത്രിയിൽ കുറച്ച് കാലമായി ജനറേറ്റർ കേടായിട്ട്. പക്ഷേ അത് നന്നാക്കാനോ പുതിയതായിട്ടൊന്ന് തരപ്പെടുത്താനോ അധികാരികൾ ശ്രമിക്കുന്നില്ല. ടാറ്റ ഹോസ്പിറ്റലിലുള്ള ജനറേറ്റർ കൊണ്ടുവന്ന് കഴിഞ്ഞെങ്കിൽ കറണ്ട് ഇല്ലെങ്കിലും പോലും എല്ലാം പ്രവർത്തനം നടക്കാൻ സാധിക്കും. DC ഓർഡർ കൊടുത്തിട്ടും പോലും ഇവർ അത് നടപ്പിൽ ആക്കിയിട്ടില്ല. അതിന് ഇവർ ഇവിടെ കൊണ്ടുവന്നിട്ടില്ല പറഞ്ഞെങ്കിൽ ഇതിൻ്റെ ബാക്കിൽ എന്തോ അഴിമതി ഉണ്ടെന്ന് പറഞ്ഞിട്ടായിട്ട് എനിക്കൊരു സംശയമുണ്ട്.